സോ യേശുവിൽ മാത്രം, അതാണ് ഏറ്റവും ഹൈലൈറ്റഡ് ആയിരിക്കുന്ന ഒരു പോയിന്റ് ഇവിടെ. യേശുവിൽ മാത്രം പൂർണ്ണ സ്വാതന്ത്ര്യം, യേശുവിൽ മാത്രം പൂർണ്ണമായ വിടുതൽ, ഫ്രീഡം. ഈ ഫ്രീഡം എന്ന് പറയുന്നത്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് എന്തും ചെയ്യാമെന്നല്ല. ഇൻഡിപെൻഡൻസ് വിത്ത് ഗോഡ്, ദൈവത്തിലുള്ള എൻ്റെ ആശ്രയം വർദ്ധിക്കുകയാണ്. ഇൻഡിപെൻഡൻസ് വിത്ത് ഗോഡ്. ഇഫ് യു ആർ റിയലി എൻജോയിങ് ദ ഇൻഡിപെൻഡൻസ്, കർത്താവിലുള്ള യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുവെങ്കിൽ, സ്വാതന്ത്ര്യം അനുഭവിക്കുക എന്ന് പറയുന്നതിന് ഐ ആം ഇൻഡിപെൻഡൻസ് വിത്ത് ഗോഡ്. ഞാൻ ദൈവത്തെ വിട്ടുമാറാതെ ദൈവത്തോട് പറ്റിച്ചേർന്നിരിക്കും. നമുക്കറിയാം പീസും തമ്മിലുള്ള വ്യത്യാസം. PIECE കഷ്ണങ്ങൾ, PEACE സമാധാനം. പീസും തമ്മിലുള്ള വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഒരൊറ്റ ലെറ്ററാണ്. ഞാൻ ഐ എന്ന ലെറ്റർ മാറ്റി എ എന്ന ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം എന്ന എ അകത്തേക്ക് കടന്നു വന്നാൽ സമാധാനം വെളിപ്പെടുകയാണ്. സോ എല്ലാത്തിനും മുഖ്യസ്ഥാനം, പ്രധാന സ്ഥാനം യേശുവിന് കൊടുക്കാമെങ്കിൽ, ദൈവത്തിന് കൊടുക്കാമെങ്കിൽ, ദൈവം നീ എൻ്റെ എല്ലാമാണ്, നീ സർവശക്തനാണ്, എന്നെ സഹായിപ്പാൻ ശക്തനാണ്. വചനം പറയുന്നു മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനാൽ, സങ്കീർത്തനം 118 വാക്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. സോ മനുഷ്യരിൽ നീ ആശ്രയിക്കുന്നത്, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. ദൈവം നമ്മെ കൈവിടത്തില്ല. കഥ പറഞ്ഞു, ഞാൻ ലോക അവസാനത്തോളം എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട്.